എം ലൈഫിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന കഥ സുവർണ ക്ഷേത്രത്തെക്കുറിച്ചാണ്. ഗോൾഡൻ ടെമ്പിൾ അഥവാ സുവർണ ക്ഷേത്രം എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരാൻ സാധ്യതയുള്ളത് ഉറപ്പായും പഞ്ചാബിലെ അമൃത്സറിലുള്ള സുവർണ ക്ഷേത്രമായിരിക്കും. എന്നാൽ അതല്ല ഇവിടെ ഞാൻ നിങ്ങളോട് പറയുന്ന സുവർണ ക്ഷേത്രം. ഇത് തമിഴ്നാട്ടിലുള്ള ഒരു ക്ഷേത്രമാണ്. തമിഴ്നാട്ടിലെ വെല്ലൂരിനടുത്ത് തിരുമലക്കോടി എന്ന് പറയുന്ന സ്ഥലത്തിന് സമീപം ശ്രീപുരം എന്നൊരു ഗ്രാമമുണ്ട്. ചുറ്റും പച്ച നിറത്തിലുള്ള മലകൾ ഉള്ള ഒരു ഗ്രാമം. ആ ഗ്രാമത്തിലെ ഒരു ക്ഷേത്രം, അതാണ് ഗോൾഡൻ ടെമ്പിൾ ശ്രീപുരം. സമ്പത്തിന്റെ ദേവത ലക്ഷ്മി ദേവതയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. 2007 ഓഗസ്റ്റ് 24 ആ ക്ഷേത്രം ജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത 1500 കിലോ ശുദ്ധ സ്വർണം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത് എന്നാണ്. സുവർണ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ സ്വർണം കൊണ്ട് ഉണ്ടാക്കപ്പെട്ട ഒരു ക്ഷേത്രം. ആ ക്ഷേത്രത്തിന്റെ കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. സുവർണ ക്ഷേത്രത്തിന്റെ കഥ നിങ്ങളോട് എം ലൈഫിൽ നിന്ന് പറയുന്നത് BS ചന്ദ്രമോഹൻ. ഓം സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. തിരുപ്പതിയിൽ നിന്ന് 120 കിലോമീറ്ററും ചെന്നൈയിൽ നിന്ന് 145 കിലോമീറ്ററും പുതുച്ചേരിയിൽ നിന്ന് 160 കിലോമീറ്ററും ബാംഗ്ലൂരിൽ നിന്ന് 200 കിലോമീറ്റർ. ഇതാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. 1500 കിലോഗ്രാം ശുദ്ധ സ്വർണം ഉപയോഗിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നതെന്ന്. വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട പണികളാണ് സ്വർണ്ണ തകിട് ഉപയോഗിച്ചുള്ള പണികൾ. ശരിക്കും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്കില്ലുള്ള നൂറുകണക്കിന് പണിക്കാരെ ഉപയോഗിച്ചുകൊണ്ടാണ് ക്ഷേത്രത്തിലെ സ്വർണം ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ഓരോ പണിയും കൈകൾ കൊണ്ട് തന്നെയാണ് പൂർത്തീകരിച്ചിരിക്കുന്നത്. സ്വർണ്ണ ബാറുകൾ സർക്കാരിൽ നിന്ന് വാങ്ങി അതിനെ തകിടുകളാക്കി മാറ്റി കോപ്പർ തകിടിന്റെ പുറത്ത് പിടിപ്പിച്ച് അങ്ങനെയുള്ള 9 മുതൽ 10 കോപ്പർ തകിടുകൾ ഉണ്ടാക്കി ആ തകിടുകൾ ക്ഷേത്ര നിർമ്മിതിയിലെ ഓരോ സ്ട്രക്ചറിലും പതിപ്പിച്ചാണ് ഈ നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോയത്. വേദപുസ്തകങ്ങളിൽ എങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു അത് തന്നെയാണ് ഇവിടെ ക്ഷേത്ര നിർമ്മിതിക്കും ഉപയോഗിച്ചിരിക്കുന്നത്. ലക്ഷ്മി ദേവിയുടെ പ്രതിഷ്ഠ ഇരിക്കുന്ന സ്ഥലമായാലും ആ ശ്രീകോവിലായാലും അർദ്ധ മണ്ഡപമായാലും എല്ലാം സ്വർണ്ണ നിർമ്മിതമാണ്. 100 ഏക്കറിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ഒറ്റ നോട്ടത്തിൽ തന്നെ നമ്മളെ വല്ലാതെ അത്ഭുതപ്പെടുത്തുകയും അതിശയിപ്പിക്കുകയും ചെയ്യും. വെല്ലൂരിലുള്ള ഒരു സഭ, ശ്രീ നാരായണീ പീഠം എന്ന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വകയാണ് ഈ ക്ഷേത്രം. അതിന്റെ സ്പിരിച്വൽ ലീഡർ എന്ന് പറയുന്നത് ശക്തി അമ്മ എന്ന പേരിൽ അറിയപ്പെടുന്ന നാരായണി അമ്മയാണ്. പച്ച നിറത്തിൽ ഉള്ള മലകൾക്കിടയിലാണ് ഈ അമ്പലം എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അതിനിടയിൽ ശ്രീചക്രത്തിന്റെ ആകൃതിയിലാണ് ഈ ക്ഷേത്രത്തിന്റെ ആകെ രൂപകൽപ്പന നടത്തിയിരിക്കുന്നത്. 1800 മീറ്ററാണ് ആകെ നീളം. വല്ലാത്തൊരു അനുഭവമാണ് ക്ഷേത്ര കോമ്പൗണ്ടിനുള്ളിലേക്ക് കടക്കുമ്പോൾ. ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വർണം ഉപയോഗിച്ചിട്ടുള്ള ഒരു ആരാധനാലയം ഏത് എന്ന് ചോദിച്ചാൽ അത് ഈ ഗോൾഡൻ ടെമ്പിൾ ആണ്. ക്ഷേത്രത്തിന്റെ പുറത്തുള്ള പാത നക്ഷത്ര ആകൃതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ക്ഷേത്രത്തിന് ചുറ്റും ക്ഷേത്രത്തോടനുബന്ധമായും ഉപയോഗിച്ചിരിക്കുന്ന പ്രകാശ സംവിധാനങ്ങൾ ക്ഷേത്രത്തിന്റെ കാഴ്ച ഒരു വല്ലാത്ത അനുഭവമാക്കി നമ്മളിലേക്ക് മാറ്റും. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 8 മണി വരെ ഭക്തർക്ക് ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കാം. പക്ഷെ ക്ഷേത്രത്തിൽ കടക്കേണ്ട സമയം ഏത് എന്ന് എന്നോട് ചോദിച്ചാൽ നിങ്ങൾ വരേണ്ടത് വൈകുന്നേരം 5 മണിക്കാണ് എന്നേ ഞാൻ പറയത്തുള്ളൂ. 5 മണിക്ക് വരുമ്പോൾ വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ക്ഷേത്ര ദർശനവും അതിനുശേഷം കൃത്രിമ പ്രകാശത്തിന്റെ ഭംഗിയിൽ ക്ഷേത്രത്തെ കാണാനുമുള്ള ഒരു അവസരം. ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു രംഗമാണ് അത് നമ്മൾക്ക് നൽകുക. ആ സമയത്തെ ക്ഷേത്ര കാഴ്ച കാണുമ്പോൾ നമ്മൾ സ്വർഗത്തിലാണോ നിൽക്കുന്നതെന്ന് തോന്നിപ്പോകും. കൃത്രിമമായി നിർമ്മിച്ചിരിക്കുന്ന ലൈറ്റുകൾ അമ്പലത്തിലെ സുവർണ പ്രതലങ്ങളിൽ തട്ടി പ്രതിഫലിപ്പിക്കുമ്പോൾ ആ പ്രദേശം മുഴുവൻ സ്വർണത്തിൽ കുളിച്ചു നിൽക്കുന്ന ഒരു പ്രതീതിയുണ്ട്. ആ സ്വർണത്തിൽ കുളിച്ചു നിൽക്കുന്ന സ്ഥലത്തിന് നടുക്ക് നമ്മളിങ്ങനെ നിൽക്കുന്ന കാഴ്ച അതൊരു അനുഭവിച്ച് മാത്രം അറിയേണ്ട ഒന്നാണ്. എല്ലാ മാസത്തിലും പൗർണമിയിൽ ഒരു പ്രത്യേക പൂജയുണ്ട്. അന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന 4 ഭക്തർക്ക് ചണ്ഡി ഹോമം നടത്താനുള്ള അവസരം ലഭിക്കും. അത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്തിരിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ഭാഗ്യമാണ്. വൈകുന്നേരം 6 മണിക്ക് ശേഷമാണ് ഭക്തർക്ക് ആ പൂജ ചെയ്യാനായി അവസരം ലഭിക്കുക. സാധാരണഗതിയിൽ ആരതിയും തോമലസേവയും അഭിഷേകവും ഒക്കെ ആയിട്ട് രാവിലെ 4 മണിക്ക് തുറക്കുന്ന അമ്പലം വൈകുന്നേരം 8 മണി വരെ പൂജകളുമായി മുന്നോട്ട് പോകും. നല്ല പ്രകാശമുള്ള ദിവസം വൈകുന്നേരം ക്ഷേത്രത്തിൽ ഇരിക്കുന്നത് ഒരു വല്ലാത്ത അനുഭവമാണെന്ന് ഞാൻ സൂചിപ്പിച്ചു.
അതുപോലെ തന്നെയാണ് രസകരമായ മറ്റൊരു നിമിഷവുമുണ്ട്. ചെറുതായി മഴ പെയ്യുന്ന സമയത്ത് ആ അമ്പലത്തിൽ ചെല്ലുകയും കാണുകയും ചെയ്യുക എന്നുള്ളത് ഒരു വല്ലാത്ത അനുഭവമാണ്. മഴത്തുള്ളികൾ അമ്പലത്തിലേക്ക് വീഴുമ്പോൾ അമ്പലത്തിൽ തട്ടി പ്രതിഫലിപ്പിക്കുന്ന രശ്മികൾ മഴത്തുള്ളികളിലൂടെ കടന്നു പോകുമ്പോൾ അതൊക്കെ ഒന്നുകൂടി പ്രിസത്തിന്റെ ശൈലിയിലേക്ക് മാറുകയും മഴവില്ലുകൾ രൂപീകരിക്കപ്പെടുകയും ചെയ്യും. ഒരു വല്ലാത്ത കാഴ്ചയാണത്. അതും മിസ്സാക്കരുത് എന്നാണ് എനിക്ക് ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരോടും പറയുവാനുള്ളത്. എല്ലാ ഭക്തരും ഒരിക്കലെങ്കിലും അവിടെ പോയിരിക്കണം എന്നുള്ളതും ഇത്തരണത്തിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ അതിരാവിലെ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് അമ്പലത്തിലേക്ക് വരുന്നത് ഒരു വല്ലാത്ത അനുഭവമാണ്. കിഴക്ക് ഭാഗത്തുനിന്ന് സൂര്യൻ ഉദിച്ച് അമ്പലത്തിന്റെ മേൽക്കൂരയിൽ തട്ടി പ്രതിഫലിപ്പിക്കുന്ന ആ ഒരു സമയമുണ്ട്. അതൊരു രംഗമാണ്. സത്യത്തില് ഞാൻ ഈ 3 അവസരങ്ങൾ, മഴ പെയ്യുമ്പോഴും സൂര്യൻ ഉദിക്കുമ്പോൾ രാവിലെയും വൈകുന്നേരം സൂര്യാസ്തമയ സമയത്തും കൃത്രിമ ലൈറ്റിന്റെ ഭാഗത്തുമൊക്കെ കാണുന്ന അമ്പലത്തെക്കുറിച്ച് ഞാൻ വളരെ വാചാലമായി നിങ്ങളോട് സംസാരിച്ചു. കാരണം അത്രമാത്രം രസകരമായ, അത്രമാത്രം അനുഭവവേദ്യമായ ഒരു സംഭവമാണ്. നമുക്ക് വല്ലാതെ ഫീൽ ചെയ്യും. നമ്മളൊരു വല്ലാത്തൊരു സ്ഥലത്ത് നിൽക്കുന്ന ഒരു ഫീലിംഗ് ലഭിക്കുന്ന സമയവും സ്ഥലവുമാണ് ഈ ഗോൾഡൻ ടെമ്പിൾ. സന്ദർശിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയം ഫെബ്രുവരി മാർച്ച് മാസങ്ങളാണ്. പൊതുവെ ആൾത്തിരക്ക് കുറഞ്ഞ ഒരു സമയമാണ് ഫെബ്രുവരി മാർച്ച് എന്ന് പറയുന്നത്. അപാം സ്വരൂപസ്ഥിതയാ ത്വയൈതത് ആപ്യായത്തെ കൃത്സ്നമലംഘ്യ വീര്യേ നമോസ്തുതേ. സർവമംഗലമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയീര്യ വിശ്വസ്യ ബീജം പരമാസി മായാ. सम्मोहितं देवि समस्तमेतत् त्वं वै प्रसन्ना भुवि मुक्तिहेतुः. विद्याः समस्तास्तव देवि भेदा. 31 വയസ്സ് മാത്രം പ്രായമുള്ള ശക്തി അമ്മ എന്ന ശ്രീ നാരായണി അമ്മ എന്ന ചെറുപ്പക്കാരനാണ് 300 കോടി രൂപ മുടക്കി ഈ സുവർണക്ഷേത്രം വെല്ലൂരിൽ നിർമ്മിച്ചിരിക്കുന്നത്. ശ്രീ നാരായണി പീഠത്തിന്റെ നേതൃത്വം വഹിക്കുന്ന ഈ ചെറുപ്പക്കാരൻ മഹാലക്ഷ്മിയുടെ ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് പൂർണ്ണമായും ഭക്തിയിൽ അധിഷ്ഠിതമായിട്ടാണ്. ഷാജഹാൻ താജ്മഹൽ നിർമ്മിച്ചത് മുംതാസിനോടുള്ള സ്നേഹത്തിന്റെ പുറത്താണെങ്കിൽ ഇവിടെ അമ്മയ്ക്ക്, ലക്ഷ്മി ദേവിക്ക് മാനവരാശിയോടുള്ള സ്നേഹത്തിന്റെ പുറത്ത് ഉണ്ടായ ക്ഷേത്രമെന്നാണ് ശക്തി ഈ ക്ഷേത്രത്തെ അവതരിപ്പിക്കുന്നത്. 2001 ഈ പ്രോജക്ട് തുടങ്ങിയത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും കാനഡയിലും UK-യിലും ഒക്കെയുള്ള ശക്തിയുടെ ഫോളോവേഴ്സാണ് ഇതിനാവശ്യമായ പണം സ്വരൂപിച്ചത്. 800-ലധികം സ്വർണ്ണപ്പണിക്കാരുടെയും സേവനം ഈ ക്ഷേത്ര നിർമ്മിതിക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. റിസർവ് ബാങ്കിന്റെ അനുവാദം വാങ്ങിയതിനു ശേഷം മിനറൽസ് ആൻഡ് മെറ്റൽ ട്രേഡിംഗ് കോർപ്പറേഷൻ ചെന്നൈയിൽ നിന്ന് 1.5 ടൺ സ്വർണമാണ് ഈ ക്ഷേത്ര നിർമ്മിതിക്കായി ഈ ട്രസ്റ്റ് വിലയ്ക്ക് വാങ്ങിയത്. 36 തൂണുകൾ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള രീതിയിലാണ് ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ തിരുപ്പതിയുടെ അതേ മോഡൽ. ശ്രീകോവിലും പൂർണ്ണമായും സ്വർണ്ണ നിർമ്മിതമാണ്. സുവർണക്ഷേത്രം കാണാനുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് നമ്മൾ ക്ഷേത്രത്തിൽ എത്തുന്നതെങ്കിലും ക്ഷേത്രത്തിന് ചുറ്റും നമ്മൾ കാണുന്ന സന്ദേശങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഭക്തിയുടെയും സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും ഒക്കെ ചിന്തകൾ വരുത്താൻ കഴിയുന്ന രീതിയിലാണ് സന്ദേശങ്ങൾ കോറിയിട്ടിരിക്കുന്നത്. നാരായണി പീഠത്തിന് സ്കൂളും കോളേജുകളും ആശുപത്രികളും ഒക്കെ അനുബന്ധമായിട്ടുണ്ട്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഈ ക്ഷേത്രം കാണുകയും അവിടെ കുറെ നേരം ഇരിക്കുകയും ചെയ്യണമെന്നാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയുവാനുള്ളത്. ഇതുവരെ വെല്ലൂരിലെ ശ്രീപുരത്തുള്ള ലക്ഷ്മി ക്ഷേത്രം അഥവാ സുവർണക്ഷേത്രത്തെക്കുറിച്ച് നിങ്ങളോട് എം ലൈഫിൽ നിന്ന് സംസാരിച്ചത് BS ചന്ദ്രമോഹൻ. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും നല്ല വീഡിയോസുമായി ഞങ്ങൾ നിങ്ങളെ സമീപിക്കുന്നതാണ്. താങ്ക് യു.